ദം ബിരിയാണി എന്ന് വെച്ചാല് ബിരിയാണി മസാല കൂട്ടി അടുപ്പിനകത്ത് കയറ്റി കണലിനകത്ത് സെറ്റ് ചെയ്യും. നല്ല ചൂടോടാണ് സാധനം സെറ്റ് ചെയ്യുക. ഇത് കണലിൽ ദം ചെയ്യാതെ ചുമ്മാതെ കറിയാക്കി തന്നിട്ട് അത് ബിരിയാണി അല്ല. ദം ബിരിയാണി എന്ന് പറയുന്നത് മസാല കൂട്ടി മസാല അടിക്കിട്ട് ചോറ് മേളിൽ കണലിട്ട് കണലിട്ട് ഇതിന് നല്ല ചൂട് കൊടുത്ത് നല്ലോണം ആവശ്യത്തിന് ചൂട് കൊടുത്താൽ ദം ബിരിയാണിയായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ കറി വെച്ചിട്ട് ഇത് ദം ബിരിയാണിയാണ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇതിന്റെ നമ്മുടെ മസാല കൂട്ടിന്റെ കാര്യം പറയാം. നമ്മുടെ മസാല എന്തെല്ലാം സാധനങ്ങളുണ്ട്, എന്തെല്ലാം നമ്മൾ ചേർക്കുന്ന എല്ലാം നമ്മൾ കവർ പൊടി അല്ലെങ്കിൽ എല്ലാം നമ്മൾ വാങ്ങിച്ച് കടയിൽ നിന്ന് മസാല ആയാലും എല്ലാ ഐറ്റവും മേടിച്ച് പൊടിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. എല്ലാം ഒന്നും കവർ പൊടി ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഇത് വീണ്ടുമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കളർ ചേർക്കത്തില്ല അതിനകത്ത്. കളറും ഇല്ല, എസൻസ് കുറവാണ്, കളർ ഒട്ടുമില്ല. കളറില്ലാതെയാണ് ഈ സാധനം ചെയ്യുന്നത്. പിന്നെ ഇതിനെ ഒരു വലിയ കളർഫുള്ള് കാണിക്കാൻ വേണ്ടി കളർ ചേർക്കേണ്ട ഒരു കാര്യമില്ല. കളറിനകത്ത് ഒരു ടേസ്റ്റും ഇല്ല, ചുമ്മാ കളർ മാത്രമേ വരുത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന ആ നാച്ചുറൽ ഉണ്ടായിട്ടുള്ള സാധനം ചേർത്താൽ മതി. ഈ സാധനം ആർക്കാണെങ്കിലും എവിടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് കഴിക്കാനും പറ്റും. ആൾക്കാർക്ക് ശരീരത്തിനോ ഇതിനോ കേടുപാടോ ഒന്നും ഉണ്ടാകത്തില്ല. ഇത് വിശ്വസിച്ച് നമ്മൾ കഴിക്കാവുന്ന രീതി ഞാൻ എങ്ങനെ കഴിക്കുന്നു, അത് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ എൻ്റെ കടയിൽ വരുന്നവർക്കും ആ രീതി കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളിതിനകത്ത് മറ്റ് കെമിക്കലുകളൊന്നും ചേർക്കാതെ എല്ലാം സാധനം മേടിച്ച് വീട്ടിൽ കൊടുത്ത് പിടിപ്പിച്ച് എല്ലാം സെറ്റാക്കിയാണ് നമ്മൾ ഈ മസാലക്കൂട്ട് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് എണ്ണയോ എന്തെങ്കിലും ഒന്നും കോരി നമ്മൾ വയ്ക്കുന്നില്ല. എല്ലാ മസാലക്കൂട്ടിനകത്തുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഒരുപാട് നെയ്യായെന്നുള്ള ഒരു കമന്റ് വളരെ കുറവാണ്. അപ്പൊ അതും നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. അതല്ലാതെ ഉള്ള നെയ്യും വലുതായിട്ട് ചേർക്കത്തില്ല. നെയ്യ് ചേർക്കേണ്ടയും കാര്യമില്ല. അതിനകത്ത് ടേസ്റ്റ് ഉണ്ട്. ഈ ടേസ്റ്റ് കൊണ്ടെന്ന് പറയുന്ന കസ്റ്റമർ നമ്മളോട് പറയുമ്പോൾ അറിയുന്ന ആ ടേസ്റ്റാണ് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകുന്നത്. പിന്നെ ഇത് പച്ച മസാല ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിച്ച് പൊടിപ്പിച്ച് ചെയ്ത് അതെല്ലാം വേണ്ട പോലെ ചേർത്ത് എല്ലാം ഈ മസാല ഐറ്റംസ് ഒക്കെ നമ്മൾ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. ആ സാധനം എല്ലാം അതേ ഉള്ളു കഥ. ഇന്നെല്ലാം നമ്മുടെ കൈപുണ്യം പടച്ചം തന്ന അപാരമായ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ദൈവം തന്ന അപാരമായ അനുഗ്രഹം. ഇതാണ് നമ്മുടെ ഈ ബിരിയാണിക്കകത്ത് വിജയം. ബിരിയാണി ഏതൊക്കെ ഐറ്റംസ്? നമ്മൾ ദം ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് ആ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യത്തുള്ളൂ. പിന്നെ മട്ടൻ ബിരിയാണി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് മട്ടൻ ബിരിയാണി നമ്മൾ കൊടുക്കുന്നത്. മട്ടൻ ബിരിയാണി പ്രത്യേകിച്ച് പിന്നെ ഓർഡർ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ സെറ്റ് ചെയ്ത് വിതരണം ചെയ്യും. എന്നാലും കുഴപ്പമില്ല, എല്ലാം വൃത്തിയായിട്ട് പോകുന്നുണ്ട്. നമ്മള് കടയിൽ വരുന്നവർക്ക് നമ്മൾ ബിരിയാണി വേണ്ടാത്തവർക്ക് എന്താണ്? ബിരിയാണി ഇപ്പം നമ്മുടെ കടയിൽ ഒരു ഫാമിലി വന്നാൽ നമ്മുടെ കടയിൽ ഒരു അഞ്ച് പേര് അല്ല 6 പേര് വന്നാൽ അവർക്ക് ഒരാൾക്ക് ഊണ് വേണം, അല്ലെങ്കിൽ ഒരാൾക്ക് ബിരിയാണി കഴിക്കും. നമ്മൾ അവരെ ഇവിടെ ഇതില്ല എന്ന് പറഞ്ഞു വിടത്തില്ല. ആ വരുന്ന ആൾക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന കൂടെ വരുന്ന ആൾക്ക് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കഴിക്കാൻ വെച്ചേക്കുന്ന ഫുഡിനകത്തും അവർക്ക് കൊടുത്ത് അവർ 6 പേരെ നമ്മൾ ഭക്ഷണം കൊടുത്ത് നിർബന്ധമായിട്ടും വിടുത്തും. ഒരാളെ നമ്മൾ മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് ബിരിയാണി കൊടുക്കുന്നതിനകത്തും നമുക്കൊരു വിഷമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കടയിൽ വെക്കുന്ന ഞങ്ങൾക്ക് കഴിക്കാനുള്ളതിനകത്ത് അവർക്ക് കൊടുക്കും. അവരുടെ കയ്യിൽ നമ്മൾ അതിന്റെ പൈസ മേടിക്കത്തില്ല. കാരണം അത് വേണ്ട, അങ്ങനെ ഇതാണ്. അങ്ങനെയാണ് കാര്യം നീങ്ങുന്നത്. പിന്നെ നമുക്ക് ഓർഡറുകൾ ഇപ്പോൾ നമ്മൾ സൊമാറ്റോയിൽ അലോഡാണ്. പിന്നെ വേറെ പ്രാദേശിക ഇതിനകത്തുമുണ്ട്, വൈസ് എന്ന് പറയുന്ന ഒരു ഇതിനകത്തുമുണ്ട്. പിന്നെ സ്വിഗ്ഗിക്കകത്ത് ഉടനെ നമ്മൾ ആഡ് ചെയ്യും. അതേപോലെ നമ്മൾ പിന്നെ അവിടുന്ന് പുറത്തുനിന്ന് ലോക്കലായിട്ട് ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ കൊണ്ടു കൊടുക്കില്ല. അതെ. ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ
വിളിച്ചു പറഞ്ഞാൽ വീട്ടിലാരുമില്ല എന്നുകൊണ്ട്